ഷിനോജ് തുടരുന്നുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന്. ഷിനോജ്, സമയം 12:33 എത്ര സമയം കൂടി പൊതുദർശനം അവിടെ വേണ്ടി വരും? വന്ന എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു സമയം അനുവദിച്ച് കിട്ടുമോ? വന്ന എല്ലാവർക്കും അവസാനമായി 5 പേരെയും കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി നൽകുമെന്ന് തന്നെയാണ് നേരത്തെ സംസാരിച്ചപ്പോൾ മന്ത്രി പി പ്രസാദ് പറഞ്ഞത്. കാരണം അവരുടെ ക്യാമ്പസാണ്, അവർ പഠിച്ച് നടന്ന ഒരു ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ അവരെ കാണുന്നതിന് വേണ്ടി എത്തിയവരെ ഒരു കാരണവശാലും നിരാശരാക്കി വിടില്ല. അവസാനമായി അവരെ കണ്ട് അവർക്ക് കാണിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് ബോഡികൾ എടുക്കൂ എന്നൊരു കാര്യം നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോഴും നല്ല തിരക്ക് നമുക്ക് കാണാം. ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ഇനിയും ഈ പൊതുദർശനം നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. മാത്രമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഗവർണർ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഗവർണർ ഇവിടേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. 12:30 ഗവർണർ ഇവിടേക്ക് എത്തും എന്നതായിരുന്നു നേരത്തെ നൽകിയ അറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ വൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പലരും കരയുന്നുണ്ട്. പലരും ഈ പൊതുദർശനം കഴിഞ്ഞ് അവസാനമായി ഒന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഈ പൊട്ടി കരയുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. 18, 19, 20 വയസ്സുള്ള പലരും പഠിക്കാൻ വളരെ മിടുക്കരായിട്ടുള്ള, എല്ലാവരും പഠിക്കാൻ മിടുക്കരാണ്. കാരണം ഇത്തരത്തിൽ നമുക്കറിയാം, ആലപ്പുഴ പോലുള്ളൊരു മെഡിക്കൽ കോളേജിൽ ആദ്യ ശ്രമത്തിലൊക്കെ എൻട്രൻസ് കിട്ടുക, MBBS കിട്ടുക, ഇവിടെ പഠിക്കാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് പലരും ഒരു സ്വപ്നം പോലെ കരുതുന്ന ഒരു അവസരമൊക്കെയാണ്. അത്തരത്തിൽ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് വന്ന കുട്ടികളാണ്. അത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ പെട്ടെന്ന് വന്നൊരു അപകടത്തിൽ ഇനി ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഈ കുട്ടികളെയൊക്കെ സംബന്ധിച്ച്, അധ്യാപകരൊക്കെ സംബന്ധിച്ച് അവരെയൊക്കെ കണ്ണീര് കൊണ്ട് നിർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മാറി നിന്ന് വിങ്ങി പൊട്ടിക്കരയുന്നത്. എന്തായാലും വളരെ വൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് ഈ ആലപ്പുഴ വണ്ടാനത്തുള്ള ഈ സെൻട്രൽ ലൈബ്രറി ഹാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ കണക്കനുസരിച്ച് അരമണിക്കൂറിന് മുകളിലേക്ക് ഈ പൊതുദർശനം ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം ആ രീതിയിലുള്ള തിരക്ക് നിലവിൽ ഇവിടെ ഉണ്ട്. ദിനേഷ്.